ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഒരു അടിപൊളി സ്റ്റാർ നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതാ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പേപ്പർ ഏതാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഇതേപോലെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഹാഫ് മടക്കി കൊടുത്തു, പിന്നെ അതിൻ്റെ ഹാഫ് മടക്കി കൊടുത്തു, അതിന് ശേഷം വീണ്ടും അതിനെ ഹാഫായിട്ട് മടക്കി കൊടുത്തു. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി ഒന്നും കൂടെ വേണമെങ്കിൽ ഹാഫ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വേറൊരു സ്റ്റൈലായിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ മടക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റാറിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ഇനി അതിന് ശേഷം നമ്മൾ ആ മടക്കുകളെല്ലാം ഇതേപോലെ മടക്കിയെടുക്കുക കേട്ടോ. നമ്മൾ വിശറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കില്ലേ, അതേപോലെ മടക്കിയെടുക്കുക കേട്ടോ. അതായത് മുകളിലോട്ടും താഴോട്ടുമായിട്ട് മടക്കി മടക്കി എടുക്കുക കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഇതേപോലെ ഇങ്ങനെ മടക്കുക, ഇങ്ങോട്ട് മടക്കുക, അങ്ങനെ മടക്കി മടക്കി ഫുള്ളായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾക്ക് അതിന് ശേഷം നമ്മളിതാ ഇതിനെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. കറക്റ്റ് ഹാഫായിട്ട് മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് കുറവാണെങ്കിൽ ഒരു ഷീറ്റും കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ വെച്ചിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ത്രെഡ് എടുക്കുകയാണ്. എന്നിട്ട് ആ സെൻറ്ററിൽ നമ്മൾ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. ത്രെഡ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാപ്ലർ ഉണ്ടല്ലോ, അത് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. കറക്റ്റ് കളറുള്ള ത്രെഡൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ ത്രെഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ത്രെഡുകൾ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിനെ ഒന്നും കൂടെ ഒന്ന് മടക്കി അതിൻ്റെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. രണ്ടും ഒരേ ലെവലിലാക്കി കൊടുക്കുക. എന്നിട്ട് ഈ മടക്കുകളൊക്കെ വരുന്ന ഭാഗമില്ലേ, ആ ഭാഗം ഇതേപോലെ കട്ട് ചെയ്യുക കേട്ടോ. അതായത് നീളം വരുന്ന ഭാഗത്ത് മടക്കുകൾ വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗങ്ങളും ഭംഗിയായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റാർ ഇപ്പോൾ റെഡി ആവും കേട്ടോ. കറക്റ്റായിട്ട് ലെവലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുക ആ എൻഡ് ഭാഗം കേട്ടോ. അപ്പോൾ മടക്ക് ഭാഗത്താണ് നമ്മൾ നീളം കൂടുതൽ കൊടുത്തിരിക്കുന്നത്, മറ്റേ ഭാഗമാണ് നമ്മൾ നീളം കുറച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളിതാ ഒരു ഗ്ലൂ എടുക്കുക. നമുക്ക് ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലൂ ആണ് പെട്ടെന്ന് തന്നെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഒരു ത്രെഡ് അപ്പുറത്തെ സൈഡിലോട്ടും ഒരു ത്രെഡ് ഇപ്പുറത്തെ സൈഡിലോട്ടും ആക്കി കൊടുക്കുക കേട്ടോ. രണ്ടും ഒരു സൈഡിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് ഞാൻ ചെയ്തത് കുറച്ച് തെറ്റിപ്പോയി, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു എൻഡിലോട്ടല്ല, നമ്മളുടെ ആ വീതി കുറഞ്ഞ ഭാഗത്തോട്ടാണ് നമ്മുടെ ഈ ഒരു ത്രെഡ് വെക്കേണ്ടതായിരുന്നു കേട്ടോ. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെയല്ല ഒട്ടിക്കേണ്ടത്, ഈ ഒരു ത്രെഡ് വരേണ്ടത് ആ വീതി കുറഞ്ഞ ഭാഗത്താണ് കേട്ടോ. ലാസ്റ്റ് കാണിച്ചു തരാം എന്താണ് പ്രശ്നം പറ്റിയെന്ന് കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇതിൽ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് സെൻറ്ററിലാക്കി കൊടുക്കുക. ഹോളൊക്കെ വേണമെങ്കിൽ നമുക്ക് പഞ്ച് മെഷീൻ വെച്ചിട്ട് നമ്മുടെ സ്റ്റാറിനൊക്കെ ഇടുന്ന പോലെ ഹോളിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഓരോ പെറ്റൽസ് നമ്മൾ വിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ത്രെഡ് നമ്മൾ ഈ അറ്റത്ത് കൊടുത്ത് കുറച്ച് പ്രശ്നമായിട്ടുണ്ട്, അതിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് എൻഡിൽ വരുമ്പോൾ ഒരു ഭംഗി കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പതുക്കെ എടുത്തിട്ട് ആ വീതി കുറഞ്ഞ ഭാഗത്തോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഓരോരോ സംഭവങ്ങളും നമ്മളിങ്ങനെ പതുക്കെ വിരിച്ചു കൊടുക്കുകയാണ്. ഒറ്റയടിക്ക് വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂ ഒട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് തുറന്നു പോരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു എൻഡും ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ആ ത്രെഡ് ഞാൻ പതുക്കെ ഒന്ന് തുറന്നിട്ട് താഴോട്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് കിട്ടുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ആക്കി കൊടുക്കാം. ഞാനിത് അത്ര അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ വിട്ടു പോരുന്നുണ്ട്. നമ്മൾ വേറൊരു സ്റ്റാർ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു സ്റ്റാർ പോലെ തന്നെ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ മറ്റൊരു സ്റ്റാർ. അപ്പോൾ ഇതിൽ നമുക്ക് ലൈറ്റ് ഇടാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ലൈറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 സ്റ്റാറുകൾ ഒരേ മോഡലിൽ ചെയ്തെടുത്തിട്ട് കൂട്ടി വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ലൈറ്റ് ഇട്ടിട്ടുള്ള സ്റ്റാറും ആക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാർ ഉണ്ടാക്കിയെടുത്ത് ഇങ്ങനെയുണ്ട്. ഉണങ്ങിയൊക്കെ കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിപ്പോൾ ഉണങ്ങാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ തുറന്നു പോരുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാർ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുത്തൊരു സ്റ്റാറാണ് കേട്ടോ. നമ്മളിത് ഉണങ്ങിയിട്ടുണ്ട് നല്ലതായിട്ട്, നല്ല ഭംഗിയിലേക്കാണ്. ഇത് കുറച്ചധികം സ്റ്റാറിൻ്റെ ആ ഒരു സംഭവങ്ങളില്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ലൈറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ സെയിം പോലെ തന്നെ 2 എടുക്കുക കേട്ടോ. 2 ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ലൈറ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇതേപോലെ പല കളേഴ്സിൽ നമുക്ക് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ ക്രിസ്മസിന് ഡെക്കോർ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. അപ്പോൾ ഇനി ക്രിസ്മസിന് നമുക്ക് സ്റ്റാർ ഇല്ലെന്ന് വെച്ചിട്ട് ആരും പേടിക്കേണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറേ ഉണ്ടാക്കി നമ്മുടെ വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ തൂക്കി കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീമിൽ നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പോൾ നല്ലൊരു ക്രിസ്മസ് ഡെക്കോർ ആവും. അപ്പോൾ ഇനിയിപ്പോൾ ലൈറ്റ് ഇടണമെങ്കിൽ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞ പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ.